സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസ്സാക്കുന്ന ബില്ലുകളും പുതിയ നിയമങ്ങളും അത് പാസ്സാക്കി ഗവർണർക്ക് അയക്കുമ്പോൾ അതിന് സമയപരിധി നിശ്ചയിക്കാൻ പാടില്ല, നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി. ഈ സംഭവത്തെ സംബന്ധിച്ച് തമിഴ്നാട് ഗവൺമെൻറ് പാസ്സാക്കിയ ചില ബില്ലുകൾ, പാസ്സാക്കിയ ചില നിയമങ്ങൾ അത് അവിടുത്തെ ഗവർണർ ആർ രവി മുമ്പാകെ അയച്ചു. അദ്ദേഹം ചിലത് പാസ്സാക്കാതെ വെച്ചുകൊണ്ടിരുന്നു. കാലതാമസം വന്നു, തീരുമാനമെടുത്തില്ല. ഇതിനെ സംബന്ധിക്കുന്ന ഒരു പരാതിയാണ് തമിഴ്നാട് ഗവൺമെൻറ് ഭരണഘടനാ ബെഞ്ചിന് കൊടുത്തത്. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ഭരണഘടനാ ബെഞ്ച് അത് പരിശോധിച്ചു. ബില്ലുകൾ ഓരോ സംസ്ഥാന ഗവൺമെൻറ്റും പാസ്സാക്കി ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കുമ്പോൾ അത് അവിടെ പിടിച്ചു വെക്കുകയാണോ, അത് അവർ ടൈം ലിമിറ്റ് വെച്ച് വേണം ആ ബില്ല് പാസ്സാക്കാനോ തള്ളിക്കളയാനോ എന്നുള്ള രീതിയിൽ ഒരു ഡയറക്ഷനാണ് സുപ്രീം കോടതി പ്രതീക്ഷിച്ചത്. എന്നാൽ അത് അപ്രതീക്ഷിച്ച രീതിയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തമിഴ്നാട് ഗവൺമെൻറ് വിചാരിച്ച പോലെ കാര്യങ്ങൾ നീക്കിയില്ല. കാരണം കേന്ദ്ര സർക്കാരും അറ്റോർണി ജനറലും അവരുടെ വാദഗതികൾ അവിടെ നിരത്തി. ഭരണഘടനയുടെ 167 പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 167 പ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസ്സാക്കുന്ന ബില്ലുകൾ, ചില നിയമങ്ങൾ ഒക്കെ ഗവർണറുടെ അംഗീകാരത്തിനായിരിക്കും. സർക്കാരിൻ്റെ മുഴുവൻ ജോലികളും, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ജോലികളും ഓൺ ബിഹാഫ് ഓഫ് ഗവർണറാണ്. അതിനകത്ത് ഗവർണർ അവസാനം ഒപ്പുവയ്ക്കണം. സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ എല്ലാ ബില്ലുകളും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ചെയ്തികളും ഓൺ ബിഹാഫ് ഓഫ് ഗവർണർക്ക് വേണ്ടിയാണ് ഭരണഘടന അനുസരിച്ച് ചെയ്യുന്നതെന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അങ്ങനെ ചില ബില്ലുകൾ വരുമ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ വെച്ച് ബില്ല് പാസ്സാക്കാതെ പിടിച്ചു വെക്കുക സ്വാഭാവികം. പക്ഷെ ഒരു പരിധി കൂടുതൽ സമയം അതിനെടുക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ബില്ലുകൾ ക്ലാരിഫിക്കേഷൻ 2-3 പ്രാവശ്യം മടക്കി സംസ്ഥാന ഗവൺമെൻറ്റിന് അയക്കും. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗവർണർക്ക് തൃപ്തിയില്ലെങ്കിൽ അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കും. അവിടെയും കാലതാമസം അധികം എടുക്കാതെ അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനെ അനന്തമായി ബില്ലുകൾ പിടിച്ചു വെക്കുന്നത് തോന്നിയാലും സുപ്രീം കോടതിക്ക് ആ കാര്യത്തിൽ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ ഇപ്പോഴത്തെ ആ ജഡ്ജ്മെൻറ്റ്. കാരണം അനന്തമായ ഒരു ബില്ലുകളും പിടിച്ചു വെക്കുന്നില്ല. ഇതുവരെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടായില്ല. കുറേയൊക്കെ ഡിലേ വന്നിട്ടുണ്ട്. ചിലപ്പം അത് തിരിച്ചയക്കും ഗവർണർ, അതിന് ചില ക്ലാരിഫിക്കേഷൻ, അത് ചിലപ്പം അമെൻഡ് ചെയ്തിട്ട് വീണ്ടും ബില്ല് വരും. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടായിട്ടില്ല. പല ബില്ലുകളും ഇപ്പോഴത്തെ ഗവർണർക്ക് അല്ലെങ്കിൽ പല ഗവർണർമാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ചില പാർട്ടികളും സെൻട്രൽ ഗവൺമെൻറ് മറ്റു ചില പാർട്ടികളുമാണ് ഭരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഭരണഘടന അനുസരിച്ച് രണ്ടുപേരും 2 ധ്രുവത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും ചില ബില്ലുകൾ ഗവർണർ ചിലപ്പം പിടിച്ചു വെക്കും, അതിന് ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അത് ചിലപ്പം ഗവർണർക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ചിലപ്പം അത് പ്രസിഡന്റിന് സമർപ്പിക്കും. അവിടെയും ചിലപ്പം അംഗീകരിക്കാൻ കഴിയാതെ ഒരു ബില്ല് തള്ളിക്കളയും. പക്ഷേ ബില്ലിന് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു കാലപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതി കഴിയില്ല. പക്ഷെ ദീർഘമായി ബില്ലുകൾ പിടിച്ചു വെച്ചാൽ, അത് അനന്തമായി പിടിച്ച് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിൽ റീസണബിൾ സമയത്തിനകം ബില്ല് പാസ്സാക്കുക അല്ലെങ്കിൽ ആ കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്ന് സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ ഭരണഘടന അനുസരിച്ച് കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴും വന്ന സുപ്രധാനമായ സുപ്രീം കോടതിയുടെ തീരുമാനം.